എം ഡിയെ പോലെയുള്ള ഒരു വലിയ എഴുത്തുകാരൻ്റെ കാര്യത്തിൽ, നമ്മുടെ കാലഘട്ടത്തെ മുഴുവൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു എഴുത്തുകാരൻ്റെ കാര്യത്തിൽ, അദ്ദേഹത്തിൻ്റെ രചനകളും ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും ഒക്കെ രേഖപ്പെടുത്തേണ്ടത്, ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്, ആർക്കൈവ് ചെയ്യേണ്ടത് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലല്ല, മറ്റ് പ്രധാനപ്പെട്ട കലാകാരന്മാരുടെയും എഴുത്തുകാരുടെയും നേതാക്കന്മാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും ഒക്കെ കാര്യത്തിൽ അത് ആവശ്യമാണ്. എം ഡിയുടെ കാര്യത്തിൽ വളരെയധികം ആവശ്യമാണ്. എം ഡിയുടെ കാര്യത്തിൽ ഉള്ള ഒരു സാധ്യത എന്ന് വെച്ചാൽ, അത് വലിയൊരു പങ്ക് നമുക്ക് അവൈലബിൾ ആണ്, ലഭ്യമാണ്. പക്ഷേ എങ്കിലും പറയാം, എം ഡിയുടെ ചില ജീവിതരേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഏത് തീയതിയിലാണ് അദ്ദേഹം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ സബ് എഡിറ്ററായിട്ട് ജോലിയിൽ പ്രവേശിച്ചത് എന്നുള്ളത് ഇവിടെ എങ്ങും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. 56-ലാണ് എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള അവ്യക്തതകളുണ്ട്. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് കോപ്പികൾ സൂക്ഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരിച്ചു വന്ന രചനകൾ സൂക്ഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ധാരാളമായിട്ടുള്ള ഇൻ്റർവ്യൂകൾ സൂക്ഷിക്കേണ്ടതാണ്. പ്രഭാഷണങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയത് സൂക്ഷിക്കേണ്ടതാണ്. ഇതൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ എഴുത്തുകാരൻ എങ്ങനെ നമ്മുടെ ഇടയിൽ ജീവിച്ചു എന്നുള്ളതിൻ്റെ ആലേഖനമായി തീരും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രത്യേകിച്ച് എഴുത്തിൻ്റെയും കലയുടെയും രംഗത്ത് പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്ന മറ്റുള്ളവരോടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ എന്നുള്ള നിലയിൽ പറയുകയാണ്. ഒരു ഏത് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളായാലും, പ്രത്യേകിച്ച് എഴുത്തിൻ്റെ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായാൽ, അയാൾക്ക് പ്രതിഭയുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. നിരന്തരമായ പരിശ്രമം ആവശ്യമാണ്. കുട്ടിക്കാലത്ത് എം ടിയുടെ ജീവിത സ്വപ്നം എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരനാകുക. തൻ്റെ പഠിക്കുന്ന മുറിയിൽ അന്ന് മാസികകളിലൊക്കെ വന്ന വള്ളത്തോളിൻ്റെയും അതുപോലെയുള്ള ശങ്കരക്കുറുപ്പിൻ്റെയും ചങ്ങമ്പുഴയുടെയൊക്കെ ചിത്രങ്ങൾ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരുന്ന ഒരു കുട്ടിയാണ്. എന്നിട്ട് അതുപോലെ ആയിത്തീരാൻ ആഗ്രഹിച്ച ആളാണ്. എഴുതുക, വളരുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ലക്ഷ്യം തന്നെ. വളരും, വലിയ ആളാകും എന്നാണല്ലോ നാലുകെട്ട് ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ്, അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. വ്യക്തിപരമായൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ തിരക്കഥകളും DC ബുക്സ് ഒരു 6 വോള്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചത്. ആ പുസ്തകം കിട്ടിയതിന് ശേഷം ഒരു സന്ദർഭത്തിൽ എം ടിയെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, വലിയ വോള്യങ്ങളാണല്ലോ, 6000 പേജ് വരും, വലിയ തോതിലുള്ള ഒരു എഴുത്താണല്ലോ നടത്തിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അതിൽ ഓരോ തിരക്കഥയും ഏറ്റവും കുറഞ്ഞത് 3 പ്രാവശ്യമെങ്കിലും സ്വന്തം കൈകൊണ്ട് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ ഡ്രാഫ്റ്റ്, പിന്നെ അത് ഒന്ന് വെട്ടിത്തിരുത്തി ശരിയാക്കുന്ന ഡ്രാഫ്റ്റ്, അത് കഴിഞ്ഞ് പൂർണ്ണതയോടുകൂടി എഴുതി ഉണ്ടാക്കുന്ന 3ാമത്തെ പകർപ്പ്. പിന്നീട് ഷൂട്ടിങ്ങിന് വേണ്ടിയൊക്കെ അസിസ്റ്റൻറ്റുകളെയൊക്കെ ഏൽപ്പിക്കും. അതുവരെയുള്ള എഴുത്തെല്ലാം സ്വയമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തുമാത്രം ശാരീരികമായ അധ്വാനം, എന്തുമാത്രം ക്ലേശം, അതിനുവേണ്ടി എന്തുമാത്രം സമർപ്പണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതുപോലെ ഈ വായന പോലെ തന്നെ വളരെ വളരെ ബലിഷ്ഠമായൊരു ഘടകമായിരുന്നു അദ്ദേഹത്തിൻ്റെ, ഈ എഴുത്ത് പോലെ തന്നെ അതീവ ബലിഷ്ഠമായൊരു ഘടകമായിരുന്നു അദ്ദേഹത്തിൻ്റെ വായന. 300-600 പേജൊക്കെ വായിക്കുക എന്നുള്ളത്, ഒരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ 1-2 ദിവസം കൊണ്ട് അത്രയും വായിച്ചു പോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിരുന്നു. വായിക്കാത്ത ഒരു ദിവസം എന്നുള്ളത് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സമർപ്പണം, ഏത് വലിയ നേട്ടത്തിൻ്റെയും വളർച്ചയുടെയും പിന്നിൽ വലിയ സമർപ്പണം, വലിയ ബലികൾ. അദ്ദേഹം വ്യക്തി ജീവിതത്തിൽ എന്തെല്ലാം തരത്തിലുള്ള സൗകര്യങ്ങൾ, അവസാനം വളരെ സെലിബ്രിറ്റിയായ ഒരു എഴുത്തുകാരനാണ്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം വലിയ തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും പറയുന്നത് പരാജിതനായ കലാകാരനെ കുറിച്ചാണ് പലപ്പോഴും അദ്ദേഹം പറയുന്നത്. അത് കഥയിൽ അങ്ങനെയാണ്, കഥയിലും നോവലിലും ഒക്കെ അങ്ങനെയാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിജയിയായ കലാകാരനാണ് അദ്ദേഹം. ഇപ്പോൾ പെരുമഴയുടെ പിറ്റേന്ന് എന്ന് പറയുന്ന ആ ചെറുകഥയിൽ ഒരു പിക്കാസോയെ പോലെ പെയിൻറ്റർ ആവണം, ഫ്രാൻസിൽ പോയി താമസിച്ച് അവിടെ പെയിൻറ്റിങ്ങുകൾ വരയ്ക്കണം എന്ന് ആഗ്രഹിച്ച ഒരുത്തനാണ്. അവസാനം ഒരു ആനുകാലിക പ്രസിദ്ധീകരണത്തിലെ കാർട്ടൂൺ സ്ട്രിപ്പിന് കളർ കൊടുക്കുന്ന ഒരാളായിട്ടാണ് അയാൾ ജീവിക്കുന്നത്. അവിടെയെല്ലാം ഈ നായക കഥാപാത്രത്തിൻ്റെ പരാജയത്തിൻ്റെ കഥകളാണ് പറയുന്നത്. ഇത്തരം പരാജയങ്ങൾ വലിയ കലാകാരന്മാർ തങ്ങളുടെ കല വികസിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആത്മബലിയുടെ ചിത്രം കൂടി അവതരിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.